നടപടികൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിരിക്കും. 23-ന് ഈ ഓർഡർ പ്രകാരം സാറ് കോടതിയിൽ ഹാജരാകണം. സാർ ഹാജരാകും? സുപ്രീം കോടതി ആവശ്യപ്പെട്ടാൽ ഹാജരാകാനായിട്ട് ബാധ്യസ്ഥരാണ്. സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഹാജരാകും. സുപ്രീം കോടതിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഹാജരാകുന്നതായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കടുത്ത ആശങ്കയിലും വിഷമത്തിലൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. കാരണം ഉള്ള സ്ത്രീകളും കുട്ടികളുമൊക്കെ അടുത്ത എന്തെന്നുള്ളത് നമ്മളിപ്പം ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്, അതിൽ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിത് പൊളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളെ ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാം മനുഷ്യരാണല്ലോ. അവർക്ക് മനുഷ്യരുടെ ബുദ്ധിമുട്ട് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവും. മരടിൽ ചില ചരട് വലികൾ നടക്കുന്നുണ്ട്. മൂലമ്പള്ളിയിലും മുത്തങ്ങയിലും ചെങ്ങറയിലും അരിപ്പയിലും കാണാത്ത പക്ഷം ചേരലുകൾ. സർവകക്ഷി യോഗത്തിൽ ഫ്ളാറ്റ് ഉടമകളുടെ വശത്തേക്ക് പരമാവധി ചെരിഞ്ഞിരുന്നു സർക്കാർ. ഉടമകൾക്കായി ഏതറ്റം വരെയും പോകുമെന്ന് വീമ്പിളക്കി. എന്നാൽ കോടതിയിൽ ചെന്നപ്പോൾ പൊളിച്ചോളാമേ എന്ന് ഏത്തമിട്ട് പറഞ്ഞു. വീഴ്ചകൾ എന്തെങ്കിലും വന്നുപോയെങ്കിൽ മാപ്പാക്കണമെന്ന് കേണപേക്ഷിച്ചു. അതായത് ഫ്ളാറ്റുകൾ പൊളിച്ച് സുപ്രീം കോടതി വിധി നടപ്പാക്കിക്കൊള്ളാമെന്ന്. ഏതായാലും കാനവും കൂട്ടരും കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അരിവാളെടുക്കുകയാണ് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ. ശബരിമലയിൽ നടപ്പാക്കിയത് മരടിൽ എന്തുകൊണ്ടായിക്കൂടെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞുവോ, അതോ കോടതിയെ പറ്റിക്കുന്നുവോ? രണ്ടാമത്തേതാണ് ശരിയെങ്കിൽ ഫ്ളാറ്റ് ഉടമകളെക്കാൾ സർക്കാരിന് എന്തു പറ്റുമെന്ന് കാത്തിരുന്ന് കാണാം. സ്വാഗതം പ്രൈം ഡിബേറ്റ്. ആ ചോദ്യം തന്നെയാണ് പ്രൈം ഡിബേറ്റ് ഇന്ന് പ്രേക്ഷക പ്രതികരണം തേടുന്നത്. മരടിൽ സർക്കാർ എടുക്കുന്ന നിലപാട് ശരിയാണോ? സർക്കാർ കോടതിയെ പറ്റിക്കുകയാണോ? പ്രേക്ഷകർക്ക് അഭിപ്രായം രേഖപ്പെടുത്താം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു ആക്ടിവിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ നിപുൻ ചെറിയാൻ, ഒപ്പം സുനില സിബി, മുൻ ചെയർപേഴ്സണും കോൺഗ്രസും കൊച്ചിയിൽ നിന്ന്, ഒപ്പം ഫ്ളാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളിൽ ഒരാളും ഫ്ളാറ്റ് ഉടമ കൂടിയായ ജയകുമാർ വള്ളിക്കാവും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ ജയകുമാർ, പ്രധാനപ്പെട്ട കാര്യം, അതൊരു ആശങ്ക തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സർക്കാർ കൂടെയുണ്ട്, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് തന്നെയാണ് ഫ്ളാറ്റ് ഓണേഴ്സ് എല്ലാവരും ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് ഈ ദിവസങ്ങളിലെല്ലാം. ഇന്ന് കോടതിയിൽ ചെല്ലുമ്പോൾ കഥ മാറിയിരിക്കുന്നു. പൊളിക്കൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളൊരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു സർക്കാർ. എങ്ങനെയാണ് സർക്കാർ കൂടെ നിൽക്കുന്നു എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? അങ്ങനെ പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പോഴും സർക്കാരിൽ പ്രതീക്ഷയാണ്. ഇന്ന് ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് ഒരുപക്ഷെ സർവകക്ഷി യോഗം വിളിക്കുന്നതിന് മുമ്പുള്ള ഒരു റിപ്പോർട്ടായിരിക്കാം. സർവകക്ഷി യോഗത്തിന് മുമ്പായിട്ട് മുനിസിപ്പൽ സെക്രട്ടറി ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വരികയും നോട്ടീസ് പതിക്കുകയും ചെയ്തു. ഇത് കൂടാതെ ഒഴിഞ്ഞു പോകുന്നതിനുള്ള സമയപരിധിയും തന്നു. പക്ഷേ ഞങ്ങളാരും അത് സ്വീകരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ബിൽഡർക്കാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ താമസിക്കുന്ന ഹോളി ഫെയ്ത്ത് അപ്പാർട്ട്മെൻറ്റ് 90 ഫ്ലാറ്റ് ഉടമകളിൽ ഒരാൾക്ക് പോലും മുനിസിപ്പാലിറ്റി തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അത് സ്വീകരിക്കാതിരുന്നതും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പ്രതീക്ഷ പൂർണ്ണമായും സർക്കാരിലാണ്. ഇന്ന് ചീഫ് സെക്രട്ടറി കൊടുത്ത ആ റിപ്പോർട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ സർവകക്ഷി യോഗം വിളിക്കുന്ന അന്ന് വരെയുള്ള റിപ്പോർട്ടായിരിക്കാം അദ്ദേഹം സമർപ്പിച്ചത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവരാണ്, സത്യസന്ധരാണ്, ഞങ്ങൾ ഒരു കളവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സത്യം ഞങ്ങളുടെ കൂടെ നിൽക്കും. അതുകൊണ്ടാണല്ലോ ഈ കേരള സമൂഹം ഒന്നാകെ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത്. ആ ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. ശ്രീ ജയകുമാർ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകേണ്ടി വരികയില്ല, അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞത് സർക്കാരിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പക്ഷേ ഇന്ന് CPI തീരുമാനിച്ചിരിക്കുന്നു. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI തീരുമാനിക്കുന്നു, ഞങ്ങളിതാ ധർണയിലേക്ക് ഇറങ്ങുകയാണ്. ആ ധർണ ഇറങ്ങുന്നത് ഈ കോടതി വിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് എത്ര അർത്ഥമുണ്ടാകും ഇനി ബാക്കി? ഒരു കക്ഷി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ എന്തു പറയാനാണ്?
ഞങ്ങൾക്കിപ്പോഴും ഒരു പാർട്ടി അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഞങ്ങൾക്ക് മറ്റുള്ള എല്ലാവരുടെയും പിന്തുണയുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ സത്യമാണല്ലോ ഞങ്ങളുടെ ഭാഗത്തുള്ളത്. സത്യം എപ്പോഴും വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കൊരിക്കലും ഇറങ്ങിപ്പോണ്ടി വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കളവും ചെയ്തിട്ടില്ലല്ലോ. പല ചാനൽ ചർച്ചകളിലും പലരും പറഞ്ഞ് അതെല്ലാം കേരള സമൂഹം അറിഞ്ഞ ഒരു വിഷയമാണല്ലോ ഇത്. സത്യസന്ധരായ ഞങ്ങൾക്ക് എങ്ങനെ ഇറങ്ങിപ്പോകണം? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് നേടിയ ഞങ്ങളുടെ പാർപ്പിടത്തിൽ നിന്നും ഞങ്ങൾ എന്തിനിറങ്ങിപ്പോകണം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അതിന് തെറ്റ് ചെയ്തവരെ കണ്ടെത്തുക. ഈ 3 അംഗ സമിതി അവരല്ലേ തെറ്റ് ചെയ്തത്? അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ ഈ ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരല്ലേ ചെയ്തത്? അല്ലെങ്കിൽ ബിൽഡറല്ലേ തെറ്റ് ചെയ്തത്? അവരെയെല്ലാം സത്യം അന്വേഷിച്ച് അവരെയൊക്കെ തുറങ്കിലടയ്ക്കുക. പാവപ്പെട്ട ഞങ്ങളെ എന്തിനു ശിക്ഷിക്കണം? ഞങ്ങൾ നിരപരാധികളല്ലേ? ഞങ്ങൾ എന്തിന് ഞങ്ങൾ ഇറങ്ങിപ്പോകണം? ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഒരു കേരള സമൂഹത്തിനാകട്ടെ ഒരാൾക്കും പറയാൻ പറ്റില്ല ഞങ്ങൾ തെറ്റുകാരാണെന്ന്. പിന്നെ എന്തിന് ഞങ്ങൾ ഇറങ്ങിപ്പോകണം? ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? ഓക്കെ, ഞാൻ തിരികെ വരാം. ശ്രീ ജയകുമാർ, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലാക്കുന്നു, ആ ആശങ്കയും മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കാത്തവരല്ല കേരളത്തിലെ ജനസമൂഹം. പക്ഷേ നിയമം എന്ന് പറയുന്നത് ഒന്ന് ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. നിപുൻ ചെറിയാൻ, സർക്കാർ എടുക്കുന്ന നിലപാട് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം, അതിനുപരിയായിട്ട് ആ നിലപാട് എന്താണെന്നാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഏതറ്റം വരെ പോകുമെന്ന് സർവകക്ഷി യോഗത്തിൽ പറയുന്ന അതേ സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് മാപ്പ് പറച്ചിലാണ്. പൊളിക്കൽ നടപടി തുടങ്ങിയിരിക്കുന്നു, നോട്ടീസ് നൽകിയിരിക്കുന്നു, പൊളിക്കാൻ തുടങ്ങുന്നു, ഇതാ ആ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളത് പൂർത്തിയാക്കും എന്ന് പറയുന്ന സർക്കാർ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? അതെ, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ടോം ജോസ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്നത് ഇത് പൊളിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണെന്നും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇത് പൊളിക്കുമെന്നാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി മെയ് 2019 ഓർഡറിൽ നടപ്പാക്കുന്നത് വൈകിച്ചതിനുള്ള മാപ്പപേക്ഷയും അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതേ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ചെയ്യുന്ന ശ്രീ ടോം ജോസ് പ്രതിനിധീകരിക്കുന്ന സർക്കാരിൻ്റെ ഹെഡായ ചീഫ് മിനിസ്റ്റർ ഈ സർവകക്ഷി യോഗത്തിന് ശേഷം കേരളത്തോട് പറഞ്ഞത് അവർ പരമാവധി ഈ ഫ്ലാറ്റ് പൊളിക്കാതിരിക്കാൻ നോക്കുമെന്നാണ്. അപ്പോൾ കേരള സർക്കാർ തന്നെ 2 വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നുണ്ട്. ഇത് കോടതിയെയാണോ വഞ്ചിക്കുന്നത്, അവിടുത്തെ ഫ്ലാറ്റ് ഉടമകളെയോ കേരളത്തിലെ ജനങ്ങളെയാണോ വഞ്ചിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ടും ഈ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ക്രിമിനൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരക്കാരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ വാക്ക് കേട്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ നിക്ഷേപം നടത്തിയ ഫ്ലാറ്റുകളിൽ അവർക്ക് നിയമം അട്ടിമറിക്കാനുള്ള കഴിവുണ്ടെന്ന് കരുതി അവിടെ നിക്ഷേപം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പലരും പിന്മാറണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഇനി നിലനിൽക്കുന്നില്ല. ഈ കേരള ഗവൺമെൻറ്റിനുള്ള കൺഫ്യൂഷൻ ഇവിടെ കൃത്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് അവിടെ നിക്ഷേപമുണ്ട്. ഇപ്പോൾ ഹോളി ഫെയ്ത്തിൻ്റെ ഫ്ലാറ്റ് ഉടമയാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഹോളി ഫെയ്ത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ ഉപദേഷ്ടാവായ ജോൺ ബ്രിട്ടാസിനടക്കം ഫ്ലാറ്റിൽ നിക്ഷേപം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ, കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവിടെ സാധാരണക്കാരായ ഏതെങ്കിലും ഫ്ലാറ്റ് ഉടമയല്ല, അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. അതുകൊണ്ടാണ് സർക്കാരിന് ഈ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നതും. എന്നാൽ കോടതിയിൽ നിയമമനുസരിച്ച് പൊളിക്കേണ്ടി വരും എന്ന് സമ്മതിക്കണേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഞാൻ തിരികെ വരാം. മുൻ ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി സുനില സിബി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ നിലപാട് ശരിയാണോ, സർക്കാർ 2 നിലപാട് സ്വീകരിക്കുന്നു എന്ന് ഉള്ളതായിരുന്നു. പക്ഷേ ഞാൻ ശ്രീമതി സുനില സിബിയോട് ചോദിക്കുന്നത്, നേരത്തെ ജയകുമാർ തുടങ്ങിയ ഒരു കാര്യമുണ്ട്, തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്, ഞങ്ങളല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം അവർക്കുണ്ട്. അത് കേൾക്കുമ്പോഴും താങ്കളും ഫ്ളാറ്റ് ഉടമകൾക്ക് കൂടെയാണ് ഉണ്ടായിരുന്നത് ചർച്ചകളിലെല്ലാം. കൃത്യമായി ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് വീഴ്ച മരട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് മരട് നഗരസഭയായി മാറിയപ്പോൾ ഉണ്ടായ വീഴ്ചകൾ, അത് ഏത് ഘട്ടം വരെ അംഗീകരിക്കാൻ ഈ സമയത്തെങ്കിലും തയ്യാറാകും? മരട് ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് ഇതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അന്നും ഇന്നും ഞാൻ പറയുന്നതും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം പറയുന്നതും അത് തന്നെയാണ്. കാര്യം, ഇത് ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത്
അന്നുണ്ടായിരുന്ന സെക്രട്ടറിയും അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും അതിനൊത്താശ ചെയ്ത ഭരണസമിതിയും ഈ ബിൽഡറും കൂടിയാണ് ഇതിന് പെർമിറ്റ് നേടിയത്. അപ്പോൾ അന്നും ഇതിന് വയലേഷൻ ഉണ്ടായിരുന്നപ്പോൾ പെർമിറ്റ് കൊടുക്കാണ്ടിരുന്നിരുന്നെങ്കിൽ ഈ വിഷയത്തിലേക്ക് കിടക്കില്ല. പക്ഷേ അതിനുശേഷം ഉണ്ടായ മുനിസിപ്പാലിറ്റി അങ്ങനെ വന്നപ്പോൾ, ഇത് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞ വിഷയം തന്നെയാണ്, മുനിസിപ്പാലിറ്റി വന്നപ്പോൾ ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്, പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ഇവിടെ ഇതിൻ്റെ ബിൽഡർ, ഇത് പണിതുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കുകയും ഇവർക്ക് തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും അതോടൊപ്പം തന്നെ ഒക്യുപ്പൻസി കൊടുക്കുവാനും ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചത്. പക്ഷെ അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വെച്ച് ഈ പണി നടന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മൾക്കുണ്ടാവില്ലായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളെല്ലാം നേരിട്ടു, ഇത്രയും കാര്യങ്ങളെല്ലാം വന്നു, ഇത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് വൻ തുക ചെലവഴിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് സുപ്രീം കോടതി, നമുക്കറിയാം പരമോന്നത പീഠമായ സുപ്രീം കോടതിയാണ് ഇതിന് നമ്മൾക്ക് വിധി തന്നിരിക്കുന്നത്. ആ വിധി മാറ്റി എഴുതുന്നതിന് സുപ്രീം കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റ് നടപടികളിലൂടെ ഒന്നും ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ സുപ്രീം കോടതിന് ഇപ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ CRZ-2 ആനുകൂല്യങ്ങൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതൊരു വക്കീൽ മുഖേന്ദ്ര കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ വേണം ഇനിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒരു സാധാരണ ജനത്തിന്റെ മനസ്സിൽ കോടതി വിധിയാണ് പ്രതിക്കൂട്ടിലെന്ന് സ്ഥിരമായി പറയുകയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും കൂടി. അതുള്ള കാര്യമാണ്, ഒറ്റ കാര്യമാണ്. താങ്കൾ നിഷേധിക്കുന്നത് എങ്ങനെയാണ് കറക്റ്റ് ആകുക? മരട് ഗ്രാമപഞ്ചായത്തിന്റെ സമയത്താണ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുന്നത്. അന്ന് 99-ലെ കേരള മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടമായിരുന്നില്ലേ പഞ്ചായത്തിന് ബാധകമായിരുന്ന നിയമം? അതുണ്ടായിരുന്ന സമയത്ത് നിർമ്മാണത്തിനുള്ള അപേക്ഷകൾ തീരദേശ പരിപാലന അതോറിറ്റിയിലേക്ക് അയച്ചു നൽകിയില്ല. പകരം നിർമ്മാണം നിരോധിക്കപ്പെട്ട മേഖലയിൽ അനുമതി നൽകുകയാണ് ഉണ്ടായത്. ചെയ്തത് ഗ്രാമപഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് 2006 ശേഷം. അതൊരിക്കലും നിഷേധിക്കുന്നില്ല. അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ശിക്ഷ നടപ്പാക്കേണ്ടത് അന്ന് ഇതിന് പെർമിറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥരും അതിനൊത്താശ ചെയ്ത ഭരണസമിതിയുമാണ്. അത് ഞാൻ ഇന്നും അന്നും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർക്കാണ് ഇതിനുള്ള, ഇങ്ങനെ നിയമലംഘനം നടത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് അവരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, അവരെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രക്രിയകൾ ഇനിയും നടന്നുകൊണ്ടിരിക്കും. അല്ലാതെ ഇതൊന്നും അറിയാതെ ഇവിടെ താമസക്കാരായി വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ശിക്ഷാ നടപടി ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഇതിനാരൊത്താശ ചെയ്തു, ഏത് ഭരണസമിതി അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥർ, അവരെ കണ്ടെത്തണം. അവർക്ക് വേണ്ട ശിക്ഷ നടപടി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ഞാനൊന്ന് ഇടപെടുന്നു, ഞാൻ തിരികെ വരാം. ശ്രീമതി സുനില, ഇപ്പോൾ CPM നേതാവ് ശ്രീ PB ചിത്തരഞ്ജൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ചിത്തരഞ്ജൻ, സർക്കാരിന്റെ നിലപാട് ആർക്കൊപ്പമാണ്? സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ അവിടെ താമസിക്കുന്ന താമസക്കാരോടൊപ്പം, മറ്റൊന്നും കൊണ്ടല്ല. അവിടെ താമസിക്കുന്നവർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഫ്ലാറ്റ് നിർമ്മിച്ചതും അതിന് അനുവാദം കൊടുത്തതും എല്ലാം നിയമവിരുദ്ധമായി തന്നെയാണ് എന്നുള്ളത് നമുക്കെല്ലാം ഇപ്പോൾ ബോധ്യപ്പെടുത്തുക. ഇവിടെ സുനില എന്ന് പറയുന്ന സഹോദരി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവരിപ്പോ കൗൺസിലറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പഞ്ചായത്തിന്റെ കാലഘട്ടത്തിൽ ഇതിന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പഞ്ചായത്തിനെതിരെയോ അല്ലെങ്കിൽ ഇന്നത്തെ മുനിസിപ്പാലിറ്റിക്കെതിരെയോ അല്ലെങ്കിൽ അതിനിടക്ക് വന്ന മുനിസിപ്പാലിറ്റിക്കെതിരെയോ എന്ന് മാത്രം പറഞ്ഞ് ഈ വിഷയത്തിൽ മാറാൻ കഴിയുമോ? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവിടുത്തെ ഉദ്യോഗസ്ഥൻ വഴിവിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ആ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങൾക്കുള്ളതല്ലേ? ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഈ നമ്മുടെ നഗരപാലിക പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഈ പ്രതിപക്ഷ നേതൃത്വവും ഭരണകക്ഷിയുള്ളത്? ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു ക്രമീകരണം മാത്രമാണ്. എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തലയിൽ വെച്ച് കെട്ടിയൊന്നും രക്ഷപ്പെടണ്ട. അന്നത്തെ ഭരണസമിതിക്കാകെ അതോടൊപ്പം മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥന്മാർ അതിന് മുഖ്യപ്രതികളുമാണ്. പഞ്ചായത്ത് ഭരണസമിതി അതിന് നോക്കുകുത്തികളെ പോലെ നിന്നു എന്ന് പറയുന്നത് ഭരണസമിതി മാത്രമല്ല, അന്നുള്ള മുഴുവൻ മെമ്പർമാരും ഉത്തരവാദികളാണ്. അവരാരാണ് അതിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്? ഞാൻ ചോദിച്ചോട്ടെ, അതിനുശേഷം ഇവർ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ മുനയാണെങ്കിൽ പിന്നെ UDF ഗവൺമെന്റ് കാലഘട്ടത്തിലല്ലേ അതിനെല്ലാം സാധ്യത കൊടുത്തത്?
അന്ന് മുനിസിപ്പാലിറ്റിയായി പിന്നീട് ഭരണം വന്നത് എങ്ങനെയാണ്? അപ്പൊ ഇതൊരു രാഷ്ട്രീയമായല്ല ഈ വിഷയത്തെ എടുക്കേണ്ടത്. വഴിവിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം എതിരെ നടപടി വേണം. എന്നാൽ ഇന്ന് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് മുമ്പിലുള്ളത് ഈ കുടുംബങ്ങൾ നിരാലംബരായി മാറുന്നു. അവർക്ക് മറ്റൊരു പോംവഴിയുമില്ല. അവരെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റ് ഉടമകളിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ ഇനി ഏതെങ്കിലും കാരണവശാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരളവും തരാത്ത നിലയിലേക്ക് ഇത് പൊളിച്ചു മാറ്റുന്ന ഉറച്ച നിലപാടിലേക്ക് വരികയാണെങ്കിൽ ആ വരയുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കുക എന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. ശ്രീ പി പി ചന്ദ്രൻ, താങ്കൾ രാഷ്ട്രീയമായി പറയുന്ന ചില കാര്യങ്ങൾ അതിന് മറുപടി നൽകേണ്ടത് ശ്രീമതി സുനീലയാണ്. അത് രണ്ടാമത്തെ കാര്യമാണ്. ഒരുപക്ഷെ പാലാരിവട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തം ആർക്കാണെന്ന് പറയാനുള്ള ഒരു ഡിബേറ്റ്. എന്തോ അവിടെ വരെ കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് എന്താണ് അടുത്തത്, ഇത് പൊളിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു വിഷയം അതിനകത്ത് നിൽക്കുന്നു. താങ്കൾ പറഞ്ഞത് സർക്കാർ അവർക്കൊപ്പമാണ് എന്നാണ്. അതേ സർക്കാരാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പൊളിക്കൽ നടപടി ഞങ്ങൾ ഇതാ ആരംഭിച്ചിരിക്കുന്നു എന്ന്. രണ്ടാമത് CPI ധർണ നടത്താൻ തുടങ്ങുകയാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഘടകകക്ഷി തന്നെയല്ലേ CPI? അല്ല, ഇതിലെല്ലാം വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ അന്ത്യശാസനം ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറാൻ ഗവൺമെന്റിന് കഴിയില്ലല്ലോ. എന്നാൽ ഗവൺമെന്റ് ശ്രമിക്കുന്നത് പൊളിക്കാതിരിക്കാൻ എന്തെല്ലാം പഴുതുകളുണ്ടോ, സഹായിക്കാൻ കഴിയുന്ന എന്തൊക്കെയുണ്ടോ ആ മാർഗത്തെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പൊ CPI ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ VM സുധീരൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. VM സുധീരൻ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം അല്ലല്ലോ. DS അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാരിസ്ഥിതിക പ്രശ്നം അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ലംഘനം ഇത്തരം കാര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചില അഭിപ്രായം. അതല്ല ശ്രീ ചിത്തരഞ്ജൻ, ഇതിനകത്തൊരു കൃത്യമായ, അതായത് സർക്കാർ ഇത് പൊളിക്കാൻ പോകുകയാണോ സംരക്ഷിക്കാൻ പോകുകയാണോ എന്ന കാര്യം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകണ്ടേ? ഒരു ഘടകകക്ഷിയുടെ നേതാവ് താങ്കൾ അടക്കമുള്ളവർ ഇത് പറയുമ്പോൾ മറ്റൊരു ഘടകകക്ഷി സമരത്തിനിറങ്ങുകയാണ് ഇത് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട്. വളരെ സിമ്പിളാണ് കാര്യം. അല്ലല്ല, അതിനെ ഒന്നും സിമ്പിൾ അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭരണകക്ഷിയിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പ്രതിപക്ഷത്തെ അഭിപ്രായ വ്യത്യാസമോ എന്നുള്ളതല്ല. ഗവൺമെന്റ് ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി. ആ സർവകക്ഷി യോഗത്തിനകത്തൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ആ ബാധ്യതയാണ് ഗവൺമെന്റ് നിറവേറ്റാൻ ശ്രമിക്കുന്നത്. അതിന് വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്ക് അവരുടേതാകുന്ന മാർഗങ്ങൾ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. എന്തായാലും ഈ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച്. അതായത് കൃത്യമായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, പറ്റിക്കുന്നു സർക്കാർ എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. കാരണം ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഫ്ളാറ്റ് ഉടമകൾക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകി, പൊളിച്ചു മാറ്റാൻ ടെൻഡർ നൽകി, നേരിട്ട് സ്ഥലം സന്ദർശിച്ച് സമിതി സ്ഥിതി വിലയിരുത്തി. ഇതൊക്കെ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. ചർച്ച നടന്നത് അതല്ല, ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് വേറൊന്നുമല്ല. ഈ വിഷയത്തിൽ ഗവൺമെന്റ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയല്ല. ഗവൺമെന്റിന് അതിന്റെ ആവശ്യമില്ല. ഗവൺമെന്റ് പരമാവധി ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകാതിരിക്കാൻ കഴിയുന്ന, അവർക്ക് ജീവിക്കാൻ കഴിയുന്ന അവസരം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുന്നത്. അതാരെയും അതാരെയും തെറ്റിദ്ധരിപ്പിക്കാനോ മറ്റൊന്നിനോ വേണ്ടിയുള്ളതല്ല. അത് മനസ്സിലാക്കണം. ഞാനൊന്ന് ഇടപെടുന്നു. ശ്രീ പി ചന്ദ്രൻ ദയവായി തുടരുക. ഞാൻ തിരികെ വരാം. എറണാകുളം CPI അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സുഗതൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുഗതൻ, CPIക്ക് എന്ത് മാർഗം സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് ഫ്ളാറ്റ് ഉടമകളെ സംരക്ഷിക്കുക, പൊളിക്കാതിരിക്കാൻ എന്ത് വഴിയുണ്ടോ അത് നോക്കുക. അപ്പോൾ കോടതിയിൽ പറഞ്ഞ എന്ത് കാര്യമാണെന്നാണ് ഞാൻ ശ്രീ പി ചിത്തരഞ്ജനോട് ചോദിച്ചത്. CPI സമരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഒരു സർക്കാരിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത മാത്രം, അങ്ങനെ മാത്രം കരുതിയാൽ മതിയോ വിഷയം? അല്ല, ഈ വിഷയത്തില് രണ്ട് ഘടകകക്ഷികൾ, അതായത് CPIയും CPIMും തമ്മിലുള്ള ഒരു ഭിന്നതയല്ല ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ട് പാർട്ടി ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത നിലപാടുകൾ സ്വാഭാവികമായും ഉണ്ടാവും. ഈ ഒരു വിഷയത്തിലല്ല, പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇനിയും സ്വാഭാവികമായും തുടരും. പൊതുവിൽ ഉണ്ടാകേണ്ട പൊതുവായ സമീപനങ്ങളുടെ കാര്യത്തിൽ മറ്റേതൊരു പാർട്ടിയേക്കാൾ കൂടുതൽ യോജിച്ച സമീപനവും എടുക്കുന്ന പാർട്ടികളാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ഈ വിഷയം, മരട് വിഷയത്തിൽ അതിന്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ടതാണ്. സുപ്രീം കോടതി വിധിയിലേക്ക് എത്തിയ അതിനാധാരമായ വിഷയം, കേരളത്തിൽ തീരദേശ പരിപാലന സംരക്ഷണ നിയമം തീർച്ചയായും സംരക്ഷിക്കപ്പെടണം. അത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ്, ആവാസ വ്യവസ്ഥ,
പാരിസ്ഥിതിക സന്തുലനാവസ്ഥ, ഇതിനെല്ലാം തീർച്ചയായും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് നിയമവും ലംഘിക്കപ്പെടാൻ ഉള്ളതാണ് എന്നുള്ള ചില ആളുകളുടെ കാഴ്ചപ്പാട്, അതിന് സ്വാഭാവികമായ അറുതി വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പിന്തുണ അത് ഈ കേരളത്തിന്റെ വികസനത്തിനും ഭൂഷണമല്ല, കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഭൂഷണമല്ല. അതുകൊണ്ട് തീർച്ചയായും ഉറച്ച് CPI ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. സർവകക്ഷി യോഗത്തിൽ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സൗ കാനം വളരെ സുവ്യക്തമായി ഈ വിവരങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. മരടിൽ സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്ത പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ താമസിക്കുന്ന ഫ്ളാറ്റ് ഉടമകളുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം. താല്പര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ സുഗതൻ, അങ്ങനെയാണെങ്കിൽ ഇന്ന് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടല്ലോ സർക്കാർ ചീഫ് സെക്രട്ടറി. അതെ, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. അത് തന്നെ, അതെ, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അത് വിശ്വസിക്കാത്തത് കൊണ്ടാണോ CPI ഒരു സമരത്തിലേക്ക് കടക്കുന്നത്? അല്ല, ഇന്നിപ്പോ സത്യവാങ്മൂലം നൽകി CPI പറഞ്ഞ കാര്യങ്ങളിലേക്ക് അടുക്കുകയാണല്ലോ. കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടിയാണല്ലോ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാലവിളംബം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒട്ടും താമസിയാതെ തന്നെ ഇവ കാര്യങ്ങളുടെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ശ്രീ സുഗതൻ അത് വിശദമാക്കുന്നത്. അതായത് CPI പറയുന്നത് ശരിയാണ് എന്ന ഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അതാണല്ലോ ആ സത്യവാങ്മൂലത്തിലുള്ളത്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? കൃത്യമായി പറഞ്ഞാൽ സർക്കാർ നിലപാട് എന്താണെന്ന് പൊതുജനം എങ്ങനെയാണ് മനസ്സിലാക്കുക? മിനിമം ആ ഫ്ളാറ്റ് ഉടമകൾ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല. CPIയുടെ അഭിപ്രായത്തോടാണ് ഗവൺമെന്റ് അടുക്കുന്നത് എന്നുള്ളത് ശരിയല്ല. കാരണം ഗവൺമെന്റിന്റെ നിലപാട് ഇത് സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിനകത്ത് കോടതിയുടെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാനും അതിന് അടിസ്ഥാനത്തിൽ തന്നെ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും ആണ് പിരിഞ്ഞത്, എല്ലാവരും ചേർന്ന് പിരിഞ്ഞത്. എന്നാൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോടതി നൽകിയുള്ള ഒരു അന്ത്യശാസനം ഉണ്ടല്ലോ, 23-ാം തീയതിക്ക് മുമ്പായി ഈ കാര്യങ്ങളെ സംബന്ധിച്ചു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? ഗവൺമെന്റ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകി. അതോടൊപ്പം തന്നെ ഇത് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം കാര്യങ്ങൾക്കുള്ള കൊട്ടേഷൻ പിടിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടി നഗരസഭ സ്വീകരിച്ചു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയല്ലേ? ഇത്രയും ജോലി നടന്നതല്ലേ നാട്ടിൽ? ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ? ആ ചെയ്ത കാര്യങ്ങൾ സുപ്രീം കോടതി ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ തന്നെ ഗവൺമെന്റ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അവിടുത്തെ അനധികൃതത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഈ മാനുഷിക വശങ്ങളെ കൂടെ കാണാതെ നമുക്ക് പോകാനും കഴിയില്ല. എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുമായ ശ്രീ സുഗതൻ പറഞ്ഞിട്ടുള്ള പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ 100% യോജിക്കുന്നു. നിയമം ആർക്കും ലംഘിക്കാനുള്ളതല്ല. ആ നിയമ ലംഘനത്തിന് നമുക്ക് ആർക്കും കൂട്ടുനിൽക്കാനുള്ളതല്ല. അങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വലിയ ചട്ടലംഘനങ്ങൾ എന്നുള്ളതല്ല, നിയമവിരുദ്ധമായ പല കാര്യങ്ങളും നടക്കും. ഇടതുപക്ഷത്തിന്റെ നയമല്ല. ഇതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അവിടെ താമസിക്കുന്ന ഈ 350-400 അടുത്ത് വരുന്ന കുടുംബങ്ങളെ തെരുവായതമാക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് മാത്രമല്ല, ഇവന്റെ ഇടയിൽ ഒരു പുതിയ വിഷയം കൂടെ ഞാൻ ശ്രദ്ധപ്പെടുത്താം. 400 കുടുംബങ്ങൾ അവിടെ താമസിക്കണ്ടെന്ന് കള്ളം പറയുന്നത് എന്തിനാ? ശ്രീ പി പി ചിത്തരഞ്ജൻ, അവിടെ 400 ഫ്ലാറ്റ് ഉണ്ടാവും. നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. അവിടെ 400 ഫ്ലാറ്റ് ഉണ്ടാവുമായിരിക്കും. അവിടെ 400 കുടുംബങ്ങൾ താമസിക്കുന്ന പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ സുഹൃത്തെ. 400 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളം. ഇനി പോട്ടെ, താങ്കൾ പറയുന്ന അത്രയും നമ്പർ അതിനകത്തൊരു തർക്കം. പ്രത്യേകിച്ച് താല്പര്യമുള്ളതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ വരുന്നത്. ഞങ്ങൾക്ക് എന്ത് താല്പര്യമോടെ? ഞങ്ങൾ അവിടെ ഈ വേദന അനുഭവിക്കുന്ന ആൾക്കാർ 400 ഫ്ലാറ്റ് ഉണ്ടായിരിക്കും. അവിടെ 400 താമസക്കാരുണ്ടായില്ല. എത്രയായാലും താമസക്കാരുണ്ടല്ലോ അവിടെ. അല്ല, നമുക്ക് കാര്യങ്ങൾ വസ്തുതപരമായി ചർച്ച ചെയ്യണമെങ്കിൽ നമ്പേഴ്സ് വളരെ പ്രസക്തമാണല്ലോ. അതെ, ഞാൻ കാര്യപ്രസക്തമായി തന്നെയാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് 400 എന്നുള്ള കണക്ക് കള്ളമാണ്. ഞാൻ പറഞ്ഞ 400 അല്ലെങ്കിൽ 100 ഉണ്ടോ? നിങ്ങൾ സുഹൃത്തെ 100 ഉണ്ടോ? അതും അറിയില്ല നമുക്ക്. 150 പോലും നമുക്ക് അറിയില്ല. 400 തീരെ ഇല്ല. എന്തായാലും 400 ഫ്ലാറ്റുകളാണ് അവിടെ ഉള്ളത്. 400 ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 50 കുടുംബങ്ങൾ പോലും ഉണ്ടോ? കാരണം ഹോളി ഫെയ്ത്തിൽ അവിടെ 17 വോട്ടേഴ്സേ ഉള്ളൂ. വോട്ടർ ലിസ്റ്റിൽ 17 പേരേ ഉള്ളൂ. ഹോളി ഫെയ്ത്ത് ബിൽഡിംഗിൽ 4 കുടുംബങ്ങളേ ഉള്ളൂ അവിടെ.
ശരി, നിപുൻ അത് വളരെ ഡയറക്റ്റ് ആയിട്ട് പറയൂ. അത് അങ്ങനെയാണെങ്കിൽ അതെന്ത്, ആരെ രക്ഷിക്കാൻ വേണ്ടി എന്ത് നടത്തുന്ന കാര്യമാണത്? വളരെ വളരെ കൃത്യമാണ്. അതായത് ഇവിടെ വളരെ സിമ്പിൾ ആണ്. അതായത് സുപ്രീം കോടതിയുടെ നിയമം നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഓർഡർ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അവിടെ നിരപരാധികളായിട്ടുള്ള ഏതെങ്കിലും താമസക്കാരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനും അവർക്ക് അവരെ പൈസ തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അതിന് സർക്കാർ പ്രവർത്തിക്കണം, സർക്കാർ കള്ളന്മാരെ പിടിക്കണം. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് CPIM-ൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ ഈ സർവകക്ഷി യോഗം കൂടി രാഷ്ട്രീയ നേതാക്കൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ ബിനാമി അവർക്ക് ആ പൈസ നഷ്ടപ്പെടുന്നതിന്റെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഇറ്റ് ഇസ് വെരി സ്ട്രൈറ്റ് ആൻഡ് ക്ലിയർ. ഇവിടെ നിയമലംഘനം നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലാറ്റ് പൊളിച്ചു കളയണം. അത് പൊളിച്ചു കളഞ്ഞാൽ മാത്രമല്ല അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട്, ആ ഭൂമി തിരിച്ചു പിടിക്കുകയും വേണം. ഇത് രണ്ടും നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിരപരാധികളായ ഏതെങ്കിലും ബയറെ, ഫ്ലാറ്റ് വാങ്ങിച്ച ഏതെങ്കിലും നിരപരാധികളായ ബയറെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണെന്ന് അറിയാതെ വാങ്ങിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള പ്രൊവിഷൻ ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അവിടെ താമസിക്കുന്ന ആൾക്കാർ ബുദ്ധിമുട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് ഇതുണ്ടോ, ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ബിനാമികളും അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളതുകൊണ്ടാണ്. ജോൺ ബിട്ടാസിന്റെ പേര് നമുക്ക് ജോൺ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പിണറായി വിജയന്റെ ഓഫീസിൽ അത് നമുക്ക് ആവർത്തിക്കാം. ഒരു ചെറിയ ഇടവേള ആവശ്യമായി വന്നതുകൊണ്ടാണ്. ശ്രീമതി സുനിലേക്കും മറുപടി പറയേണ്ട ഈ വിഷയത്തിനകത്ത് നിരപരാധികൾ രക്ഷിക്കപ്പെടണം, പക്ഷേ ബിനാമികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ പങ്കുണ്ടോ എന്ന ചോദ്യം ചോദിക്കാതെ തരമില്ല. വലിയൊരു ആരോപണത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടുകൂടിയാണ് പ്രൈം ഡിബേറ്റ് ഇടവേളയിലേക്ക് പോയത്. ഞാൻ ശ്രീ ജയകുമാർ, ഫ്ളാറ്റ് ഓണേഴ്സിൽ ഒരാൾ കൂടി, അദ്ദേഹത്തിന്റെ പക്ഷേ ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ കഴിയുക എന്നറിയില്ല. ഞാൻ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീമതി സുനീല, ചെറിയ ആരോപണമല്ലല്ലോ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ അവരുടെ ആജീവനാന്ത കാലത്തെ സമ്പാദ്യം നഷ്ടപ്പെടണമെന്നോ പൊതുജനസമൂഹം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിനകത്ത് പൂർണ്ണമായി കൈ കഴുകാൻ കോൺഗ്രസിനും കഴിയുകയില്ല. ഇത് പൊളിക്കരുതെന്നും പൊളിക്കണമെന്നും പറഞ്ഞ നേതാക്കൾ കോൺഗ്രസിനകത്തുമുണ്ട്. അപ്പോൾ ശ്രീ നിപുൻ ചെറിയാൻ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ ഉണ്ടല്ലോ. എത്ര ആൾക്കാരുണ്ട് ആ ഫ്ളാറ്റിൽ? ഈ പറയുന്ന 360 ഫ്ളാറ്റ് ഓണേഴ്സ് അവിടെ ഉണ്ടോ? അതോ ചില ബിനാമികളുടെ ഇൻവെസ്റ്റ്മെന്റുകളാണോ കൂടുതൽ? ആ ബിനാമികൾ എന്ന് പറയുന്നത് ഈ പല രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആൾക്കാരാണോ? ഇതെല്ലാം ഉണ്ട് ചോദ്യങ്ങൾ. എങ്ങനെ കൈ കഴുകി മാറി നിൽക്കും? ഇവിടെ നിപുൻ ചെറിയാൻ പറഞ്ഞതിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല. കാര്യം ഇവിടെ 356 കുടുംബങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമായി നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെ അത്രയും പോലും ഇല്ല. അത് 50-ൽ താഴെ, അതോ 4ഓ 5ഓ വീട്ടുകാർ, എന്തോ എനിക്ക് തോന്നുന്നു 4 എന്തോ ഒരു കണക്ക് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഈ പല ഫ്ലാറ്റുകാരെയും അവിടെ ആൾക്കാരെയും നേരിട്ട് അറിയാവുന്ന, ഹോളി ഫെയ്ത്ത് ആയാലും കായലോരമായാലും അവിടെയെല്ലാം പറയൂ നിപുന കണക്കുകൾ പറഞ്ഞോളൂ. ശ്രീമതി സുനീലയ്ക്ക് അതിന് മറുപടി ഉണ്ടെങ്കിൽ ആ കണക്കുകൾ നിപുൻ പറഞ്ഞോളൂ. ഹോളി ഫെയ്ത്ത് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ ഹോളി ഫെയ്ത്തിന്റെ H2 എന്നുള്ള ബിൽഡിങ്ങിൽ 17 വോട്ടർമാരേ ഉള്ളൂ. 4 കുടുംബങ്ങളിലായി 17 വോട്ടർമാരെ അവിടെ വോട്ടർ ലിസ്റ്റിലുള്ളൂ. ഞാൻ വോട്ടിന്റെ കണക്ക് പറയുന്നില്ല. ഒറ്റ സെക്കൻഡ് ശ്രീമതി സുനീല, ഞാൻ ഒറ്റ സെക്കൻഡ് ഇടപെടുന്നു. CPM നേതാവ് ശ്രീ M സ്വരാജ് നമുക്ക് ഫോൺ ലൈനിൽ. ശ്രീ M സ്വരാജ്, പബ്ലിക് ഡൊമൈനിൽ അവിടുത്തെ റെസിഡൻസിന്റെ ലിസ്റ്റ് ഇതുവരെ ഇല്ല. പബ്ലിക് ഡൊമൈനിൽ ഞാൻ തിരികെ വരാം. നിപുൻ, സ്വരാജ്, വലിയ രീതിയിലുള്ള ആരോപണം ഒരു വശത്തുനിന്ന് വരികയാണ്. ഇതിനകത്ത് ഈ പറയുന്ന നമ്പർ ഓഫ് താമസക്കാർ അവിടെ ഇല്ല. താമസിക്കുന്നതിൽ കൂടുതലും ബിനാമികളാണ്. ആ ബിനാമികളിലുള്ളവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധമുള്ള ആൾക്കാരാണ്. ഈ രീതിയിലുള്ള ആരോപണങ്ങളാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതൊരു വിഷയമാണ്. അതിൽ നിന്നൊരു മറുപടി താങ്കൾ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതിലും മുൻപ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്നുള്ള ഒരു ആശയക്കുഴപ്പമാണ്. CPI സമരത്തിലേക്ക് പോകുന്നു. ഫ്ളാറ്റ് പൊളിക്കാൻ പോവുകയാണ്. സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറി കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ശരിക്കും സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ 2 ചോദ്യമാണ് ചോദിച്ചത്.
അതിൽ സർക്കാരിന്റെ നിലപാടുകളെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ വ്യക്തതയുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല സർവകക്ഷി യോഗം ചേർന്ന് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് ഒരു പൊതുവായ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. CPI വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ CPI ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പൊതുവായ ഒരു നിലയിലെത്തുകയും സർക്കാർ അതിനനുസരിച്ച് ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും അവ്യക്തതയോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായോ ഞാൻ കാണുന്നില്ല. മറ്റൊന്ന്, നിങ്ങളിവിടെ പറഞ്ഞത് അവിടെ താമസക്കാരില്ല, രാഷ്ട്രീയക്കാരായ ബിനാമികൾ അങ്ങനെ മറ്റോ നിങ്ങൾ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇത് ഒരു പുതിയ വിവരമാണ്. ഈ പറയപ്പെടുന്ന 4 ഫ്ളാറ്റുകളിലും എന്റെ നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക് ഞാൻ ആ 4 ഫ്ളാറ്റുകളിലും പോയിരുന്നു. അവിടുത്തെ താമസക്കാരെന്ന നിലയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ ഈ 4 ഫ്ളാറ്റിലും കണ്ട് അനൗപചാരികമായി അവരുടെ യോഗം ചേർന്നിരുന്നു. അപ്പൊ 4 ഫ്ളാറ്റിലും അവിടെ താമസക്കാരുണ്ട്. എത്ര താമസക്കാരുണ്ട്, എത്ര കുടുംബാംഗങ്ങളുണ്ട്, എത്ര വോട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എനിക്കറിവില്ല. ഏതായിരുന്നാലും അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകൾ അല്ലെങ്കിൽ സ്ഥിരതാമസമില്ലാത്ത ഫ്ളാറ്റുകൾ അതിനെ സംബന്ധിച്ചെല്ലാം നഗരസഭയ്ക്കും മറ്റും കൃത്യമായ കണക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഈ എല്ലായിടത്തും ബിനാമികൾ എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് ഒറ്റക്കേൾവിയിൽ തോന്നുന്നത്. കാരണം അവിടുത്തെ താമസക്കാരായിട്ടുള്ളവരൊക്കെ ഇതിനോടകം ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളവരും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണല്ലോ. തീർച്ചയായും സ്വരാജ് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊപ്പം തന്നെയാണ് പൊതുജന സമൂഹം, ഒരു തർക്കവുമില്ല. പക്ഷേ മറ്റു ചില കണക്കുകൾ കൂടി പറയാനുണ്ട്. നിപുൻ ചെറിയാൻ MLA M സ്വരാജ് കൂടിയാണല്ലോ നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ആ കണക്കുകൾ വോട്ടേഴ്സ് അംഗങ്ങളുടെ എണ്ണം എടുത്താണ് താങ്കൾ ആ ആരോപണം ഉന്നയിച്ചത്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാമോ? അല്ല, നമ്മൾ ഹോളി ഫെയ്ത്ത് എന്ന സമുച്ചയത്തിൽ 17 വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളൂ. ഇവിടെ വിഷയം ഈ 356 350 400 കുടുംബങ്ങൾ എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ടിയെ തെറ്റാണ്. കാരണം ഇപ്പോൾ ശ്രീ സ്വരാജ് തന്നെ പറഞ്ഞതനുസരിച്ച് അവിടെ താമസക്കാരൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളുണ്ട്. നിങ്ങൾ അവിടെ മൊത്തമുള്ള ഫ്ലാറ്റുകളുടെ എണ്ണം പറഞ്ഞിട്ട് അത്രയും കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്, അത് തെറ്റാണ്. ഐദർ ഇറ്റ് ഇസ് എൻ എറർ ഓർ ഐദർ ഇൻറ്റൻഷനലായിട്ട് കള്ളം പറയുന്നതാണ്. അപ്പം 400 കുടുംബങ്ങൾ ഉണ്ട് എന്ന് അവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി എത്ര കുടുംബങ്ങൾ അവിടെ സ്ഥിര താമസക്കാരായിട്ടുണ്ട്, എത്ര പേര് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്, ആരുടെയൊക്കെ പേരിലാണ് ഈ ഫ്ലാറ്റുകൾ കിടക്കുന്നത് എന്നുള്ളത്, ആരൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എന്നുള്ളതൊക്കെ ശ്രീ സ്വരാജ് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ നഗരസഭയ്ക്ക് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. അത് ഈ വിവരം പബ്ലിക് ഡൊമൈനിലുണ്ടോ? ജില്ലാ കളക്ടർക്ക് അവിടെ ആളുകളെ ഒഴിപ്പിക്കണ്ടേ? ആരെയൊക്കെയാണ് ഒഴിപ്പിക്കേണ്ടത് എന്ന് കേരള സർക്കാരിന് ജില്ലാ ഭരണകൂടത്തിന് ബോധ്യമുണ്ടോ? ആ കണക്ക് ജില്ലാ കളക്ടറിന്റെ മുന്നിലുണ്ടോ? അപ്പോൾ അതില്ലാതെ നിങ്ങൾ 400 കുടുംബങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ വേറെ പല താല്പര്യങ്ങളുണ്ടെന്ന് വളരെ കൃത്യമാണ്. പിന്നെ ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് ജോൺ ബ്രിട്ടാസ് ഈ ഹോളി ഫെയ്ത്ത് എന്ന ബിൽഡിങ്ങിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ചീഫ് മിനിസ്റ്ററിൻ്റെ ഉപദേഷ്ടകനായ ഒരാൾക്ക് അവിടെ ഇത്ര നിക്ഷേപം നടത്തിയിട്ടുള്ളപ്പോൾ അവിടെയാണ് ഇത് ബിനാമിയാണോ എന്താണെന്നുള്ള ചോദ്യങ്ങൾ വരുന്നതും ചീഫ് മിനിസ്റ്റർ ഓഫീസിന് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് ചീഫ് മിനിസ്റ്ററിന് റിപ്പോർട്ട് ചെയ്യുന്ന ചീഫ് സെക്രട്ടറി കോടതിയിൽ പൊളിക്കുമെന്ന് പറയുമ്പോഴും ചീഫ് മിനിസ്റ്ററിന് സർവകക്ഷി യോഗം കഴിഞ്ഞിട്ട് ചീഫ് മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത് പൊളിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചീഫ് മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെയുണ്ട്. അത് വരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവിടെ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അവരിങ്ങനെ പെരുമാറുന്നത്. അല്ലെങ്കിൽ ഇതിൽ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്പറുകൾ നിരത്തി നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താം എന്തുകൊണ്ട് 400 ഫ്ലാറ്റിന് പകരം 400 കുടുംബങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചീഫ് മിനിസ്റ്റർ വലിയ ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം ആർക്കും ഉന്നയിക്കാം, പക്ഷേ ഇതിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ. കാരണം ചീഫ് സെക്രട്ടറി കോടതിയിൽ കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ ഇത് പൊളിക്കാൻ പോവുകയാണ്, നോട്ടീസ് നൽകിയിരിക്കുന്നു, അതിന്റെ സ്ഥിതി ടെൻഡർ കൊടുത്ത് സ്ഥിതി വിലയിരുത്തിയിരിക്കുന്നു എന്നാണ്. അതേ സർക്കാർ ആ ചീഫ് സെക്രട്ടറി പ്രതിനിധാനം ചെയ്യുന്ന സർക്കാർ സർവകക്ഷി യോഗത്തിന് ശേഷം ഏതറ്റം വരെയും പൊളിക്കാൻ താങ്കൾ തന്നെ പറയുന്ന അഭിപ്രായമുണ്ടല്ലോ. അത് രണ്ടും രണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ രണ്ടാണെങ്കിൽ ഇപ്പോൾ ഈ നിപുൻ ചെറിയാൻ പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടാകുമോ? ഞാൻ ആ കാര്യം വിശദീകരിക്കാം. ഈ ഫ്ളാറ്റിന്റെ പ്രശ്നം ഉയർന്നു വന്ന് അതിനുശേഷം ഞാൻ അവിടെ ആ സമരത്തിലും മറ്റും പങ്കെടുക്കാനും അതുപോലെ തന്നെ ഈ 4 ഫ്ളാറ്റിലെയും താമസക്കാരെ സന്ദർശിക്കാനും പോകുന്ന സമയത്ത് തന്നെ ചിലർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്തിനാണ് അവിടെയൊക്കെ പോകുന്നത്, അവരൊന്നും വോട്ട് ചെയ്യാത്തവരാണ്, അവിടെ വോട്ടർ പട്ടികയിൽ പോലും പേരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. നോക്കൂ, ആ പ്രശ്നത്തെ ഞാൻ വ്യത്യസ്തമായാണ് കണ്ടത്. അതിലുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നോ
വോട്ടർ പട്ടികയിൽ അവർക്ക് പേരുണ്ടോ എന്നോ അവർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നോ നാളെ ഇനി വോട്ട് ചെയ്യുമെന്നോ ഉള്ള ഒരു പ്രശ്നം ഞാൻ കണക്കിലെടുത്തിട്ടേയില്ല. ഞാൻ സർഫാസി ആക്ടുമായി ബന്ധപ്പെട്ട് സർഫാസി നിയമം ദുരുപയോഗപ്പെടുത്തി ബാങ്കുകൾ പാവപ്പെട്ട മനുഷ്യരുടെ കിടക്കാടം കൈവശപ്പെടുത്തുന്നതിനെതിരെ വല്ലാർപാടത്ത് പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്തപ്പോ ഞാൻ ആ പന്തലിൽ പോയത് എന്റെ മണ്ഡലമായതുകൊണ്ട് പോലും അല്ല. അവരൊന്നും എന്റെ മണ്ഡലക്കാരല്ല. അവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യുവോ, ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്തിരുന്നോ എന്നുള്ള എന്റെ കൺസേണേ അല്ല. അവിടെ എത്ര പേർ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്നോ സ്ഥിരതാമസം ഉണ്ടെന്നോ അല്ല ഞാൻ നോക്കിയത്. ഞാൻ ആ കാര്യത്തിൽ ആദ്യം മുതൽ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട്, എന്റെ ബോധ്യവും ഞാൻ മനസ്സിലാക്കിയതും മാധ്യമങ്ങളിൽ നിന്നാണ്. അവിടെ ഫ്ളാറ്റ് വാങ്ങിയിട്ടുള്ളവർ നിയമലംഘനം നടത്തിയവരല്ലെന്നും അവർ നിയമവിധേയമാണെന്ന ഉത്തമ വിശ്വാസത്തിൽ അത് വാങ്ങിയവരാണ് എന്നുമുള്ള പോയിന്റാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ ഇപ്പോ ശിക്ഷിക്കപ്പെടുന്നത് അനീതിയാണ്. നിയമലംഘനം നടത്തിയവർ യഥാർത്ഥത്തിൽ ഇതിന് പുറത്തു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചുകൂടാ. അപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഫ്ളാറ്റ് വാങ്ങിയവരിൽ ചിലർക്ക് അല്ലെങ്കിൽ ഒരു ഭാഗത്തിന് ഇത് കേസിൽ ഉൾപ്പെട്ട പ്രോപ്പർട്ടിയാണെന്ന് അറിയാമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ട് വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് ക്ഷമിക്കണം, എനിക്ക് പൂർണ്ണ ബോധ്യമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്ന ഒരു നിലപാടിൽ വ്യത്യാസം വേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ടത് വാങ്ങിയാൽ അതിന്റെ കോൺസിക്വൻസ് അവർ നേരിടേണ്ടതായി വരുമല്ലോ. പക്ഷേ ഒരാളെങ്കിലും ഇതറിയാതെ ഉത്തമ ബോധ്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെ നമ്പറും നികുതിയും ഒക്കെ അടച്ച് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ആകെയുള്ള അവരുടെ സമ്പാദ്യം നിക്ഷേപിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു അനീതിയാണ്. ആ അനീതിക്കെതിരെ ഞാൻ നിലപാട് സ്വീകരിക്കും. ഒന്ന്, ഇതാണ് ഈ കാര്യത്തിൽ സ്വരാജ്, താങ്കൾ പറയുന്ന പോയിന്റ് വ്യക്തമാണ് സ്വരാജ്. രണ്ട് വിഷയം അതിനകത്തുണ്ട്. ഒന്ന്, ഈ താങ്കൾ പറയുന്ന അനീതി എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചോളം സുപ്രീം കോടതിയുടെ വിധിയാണ്. ഹൈക്കോടതി ഇന്ന് എടുത്തിരിക്കുന്ന നിലപാടും നമുക്ക് തൽക്കാലം അത് ആ അനീതിക്കെതിരെ നിൽക്കുക എന്ന് പറയുന്നത് നിയമലംഘനം എന്ന രീതിയിലേക്ക് പോകുന്നു. ഒന്ന്. രണ്ട്, സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനോ MLA യോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ പറയുന്ന ആരോപണം പോലെ CPM-ന്റെ നേതാക്കൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടോ, ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഇതിനകത്തുണ്ടോ, അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? CPM മാത്രമല്ല, ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരുകളും ഉയർന്നു പറയുന്നുണ്ട് ആരോപണത്തിൽ. അത് എല്ലാ പാർട്ടിക്കാർക്കും അതിനകത്ത് ബന്ധമുണ്ട്. അങ്ങനെ ഒരു ആരോപണം പരിപൂർണമായി തള്ളിക്കളയുന്നു സ്വരാജ്? അല്ല, ഞാൻ അതിലേക്ക് വരാം. നിങ്ങളുടെ ചോദ്യം കൂടി ഞാൻ അത് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് ഈ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. CPIM നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആ സമരത്തിന് പിന്തുണ കൊടുക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ മുൻപിലുള്ള വസ്തുത ഇതാണ്: ബിൽഡറും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നടത്തിയ നിയമലംഘനത്തിന് ഇരകളായി ഇത് മനസ്സറിയാത്ത, നിയമലംഘനത്തിൽ പങ്കാളികളല്ലാത്ത ആളുകൾ വന്നു എന്നതാണ് ഞങ്ങളുടെ മുൻപിലുള്ള വസ്തുത. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് ചില മാധ്യമങ്ങൾ ഈ കേസിൽ ഉൾപ്പെട്ട പ്രോപ്പർട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിയവരും ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കോൺസിക്വൻസ് ബിൽഡറോടും ജീവനക്കാരോടും ഒപ്പം അവരും നേരിടാൻ അർഹതപ്പെട്ടവരാണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനി നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് വരാം. ഞാൻ ആദ്യ ഭാഗം ഒന്നുകൂടി വ്യക്തമാക്കിയതാണ്. നിങ്ങൾ ചോദിച്ച വിഷയം, ഇതിൽ ഇന്ന ആൾക്ക് ഫ്ലാറ്റ് ഉണ്ടോ? സത്യം പറയാം, നിങ്ങൾ ഈ പറഞ്ഞിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് അവിടെ ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഒരു പ്രശ്നമാവുക എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ നിയമാനുസൃതം എന്താ പറയാ, കണക്കിൽപ്പെട്ട വരുമാനമുള്ള ഒരാൾക്ക്, നിയമപരമായി തന്നെ സാധുവായ വരുമാനമുള്ള ഒരാൾക്ക് എവിടെയും നിയമവിധേയമായി അത് നിക്ഷേപിക്കാനോ വാങ്ങാനോ നമ്മുടെ രാജ്യത്ത് ഒരു തടസ്സവും ഇല്ലല്ലോ. ഒരു തടസ്സവും ഇല്ല. ഒരാൾ വാങ്ങുന്ന ഒരു ഫ്ലാറ്റ് അയാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ സ്വന്തം താമസിക്കുകയോ ചെയ്യാം. അതിനെയൊക്കെ ഇതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്നതോ ശരിയായ ഒരു നിലയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഈ വിഷയത്തിൽ എന്റെ മുൻപിലുള്ള കൺസേൺ ഞാൻ ആദ്യം പറഞ്ഞ ഒന്നും. രണ്ടാമത്തെ കൺസേൺ, ഇത് പൊളിക്കണം എന്ന് പറയുമ്പോൾ, ഇത് ഡിമോളിഷ് ചെയ്യണം എന്ന് പറയുമ്പോൾ, അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മറ്റു ചില കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്, പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം. അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. ചില വിദഗ്ധന്മാർ പറയുന്നത് ഈ ഫ്ലാറ്റ് ഇങ്ങനെ നിന്നാൽ, അതിൽ ആള് താമസിക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ വേറെ ആലോചിച്ചോളൂ. ഇങ്ങനെ നിന്നാൽ പരിസ്ഥിതിക്കുണ്ടാവുന്ന ആഘാതത്തെക്കാൾ വലുതായിരിക്കും ഇത് പൊളിക്കുമ്പോഴുള്ളതാണ്. പിന്നെ H2O ഫ്ലാറ്റിന്റെ തൊട്ട് മുന്നിലൂടെയാണ് BPCLിലേക്കുള്ള പൈപ്പ് ലൈൻ പോകുന്നത്. എത്ര വലിയ ദുരന്തമാണ് ഇത് എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് പൊളിച്ചാൽ. കേരളത്തിലെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്ന് ഈ ഫ്ലാറ്റിന്റെ തൊട്ട് മുമ്പിലാണ്. അപ്പൊ ഇത്തരം പ്രായോഗികമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് കോടതി ഇതിപ്പോ പൊളിക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്രായോഗികമാണോ? ഈ പ്രശ്നം അതിന്റെ മുൻപിലുണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, കേസിൽ ഉൾപ്പെട്ടതാണ്, കോടതി വിധിക്ക് വിധേയമായി മാത്രമേ അതിൽ താമസിക്കാനാകൂ എന്നൊക്കെ പൂർണ്ണ ബോധ്യത്തോടുകൂടി, ആ അറിവോടുകൂടി ഒരാൾ ആ ഫ്ളാറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടി വരും. തീർച്ചയായും സ്വരാജ്, ശ്രീ സുഗതൻ, അതൊരു വ്യക്തമായ ഒരു നിലപാടല്ലേ ശ്രീ എം സ്വരാജിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്? CPM എടുക്കുന്ന നിലപാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായിട്ടുള്ള ഒരു വശം എടുക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് സർവകക്ഷി യോഗത്തിൽ CPM സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണക്കാരായി ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജയകുമാർ ഉണ്ട്. അദ്ദേഹത്തിലേക്ക് ഞാൻ ചോദ്യം ചോദിക്കാത്തത് ഒരു ആശങ്കാപരമായ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെ ഒരു നിലപാട് എടുക്കാതിരിക്കാൻ ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം അതൊരു ഭരണകൂടമാണല്ലോ, കഴിയുകയില്ല. എന്നാൽ അതേസമയം അതിന്റെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം അംഗീകരിക്കണമെന്ന് തോന്നുന്നില്ലേ CPIക്ക്? അല്ല, ആ മാനുഷികമായ നിലപാടുകൾ തീർച്ചയായും കൈക്കൊള്ളണം എന്നുള്ള സമീപനം കൂടി CPI എടുത്തിരുന്നല്ലോ. സ്വരാജ് പറഞ്ഞ ഒരു കാര്യത്തോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമ്പോൾ അവിടെ വഞ്ചിതരായ പണം മുടക്കി ഫ്ളാറ്റുകൾ മേടിച്ചിട്ടുള്ള ഫ്ളാറ്റ് ഉടമകളെ നിരുപാധികം അവിടെ നിന്ന് ഇറക്കിവിടരുത് എന്നുള്ള അഭിപ്രായം കൂടി CPI പറഞ്ഞിരുന്നു. കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഇതിലെ യഥാർത്ഥ പ്രതികളായ ഫ്ളാറ്റ് നിർമ്മാതാക്കളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ അത്തരത്തിലുള്ള കൂട്ടായ പരിശ്രമമാണ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടത്. ഓക്കെ, ശ്രീമതി സുനില, ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് അതൊരു പ്രായോഗിക വശം ഒരു വശത്ത്, പാരിസ്ഥിതിക വശം ഒരു വശത്ത്, മാനുഷികമായ വശം ഒരു വശത്ത്, ഇതിനകത്തൊരു രാഷ്ട്രീയ നേട്ടം മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്നു പ്രതിപക്ഷം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാ കണക്കുകളും പുറത്തെടുത്ത് വരുമ്പോൾ പാലാരിവട്ടം പോലെ അല്ലെങ്കിൽ മറ്റു പല അതുപോലെ എല്ലായിടത്തും നേരത്തെ ശ്രീ ചിത്രരഞ്ജൻ പറഞ്ഞതുപോലെ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയേണ്ടി വരും. അങ്ങനെയായി മാറുമോ കാര്യങ്ങൾ? എനിക്ക് അതിനു മുൻപ് നമ്മുടെ നിപുൺ ചെറിയാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് എം സ്വരാജ് ലൈനിൽ വന്നത്. അദ്ദേഹം ഞാനൊരു ജനപ്രതിനിധിയായിട്ട് പോലും ഞാൻ ഒരിക്കലും ഒരു വോട്ടറിന്റെ കണക്ക് വെച്ച് ഞാനിവിടെ നോക്കുന്നില്ല. ഈ MLAയും എനിക്ക് തോന്നുന്നു അതേ ഒരു മറുപടി തന്നെയാണ് പറഞ്ഞത്. ആരെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട് അവർ മാത്രമല്ല ഞങ്ങളുടെ ജനങ്ങൾ, ഞങ്ങൾ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ നഗരസഭയുടെ ലിസ്റ്റിൽ ഓരോ ഡോർ നമ്പറിനും ഒരു ഓണർ ഉണ്ട്. എത്ര ഡോർ നമ്പർ ഉണ്ട്, ആ ഡോർ നമ്പറിന് ഒരു ഓണർ ഉണ്ട്. അവരെല്ലാവരും ജനങ്ങളായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വോട്ടുള്ളവരെ മാത്രമേ ഞങ്ങൾ സംരക്ഷിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. എല്ലാ ജനങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കും. പിന്നെ രണ്ടാമത് ചോദിച്ചു വന്ന ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ ലാഭം എടുക്കാൻ സർക്കാർ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് പറയുന്നതിന് വേണ്ടി ഞാൻ ഒരിക്കലും ആളില്ല. പക്ഷെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഇത് പറയും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണം. അത് പറയുന്നതിലും ഒരു കാര്യമുണ്ട്. കാര്യം ഇവിടെ ഇപ്പൊ അഫക്റ്റഡ് ആയിരിക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് അവര് അറിയാതെ ഇതിൽ പെട്ടുപോയിരിക്കുന്ന ആൾക്കാരാണ്. ഈ അറിഞ്ഞു പെട്ടുപോയവരെ നമുക്ക് വേണമെങ്കിൽ വേർതിരിച്ച് നിർത്താം. എന്നാലും 356 കുടുംബങ്ങൾ എന്ന് പറയുന്ന കണക്ക് 356 കുടുംബങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് അതിൽ 4 പേരെ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇവിടുത്തെ ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് വോട്ട് ചെയ്യുന്ന ജനങ്ങളാവട്ടെ വോട്ട് ചെയ്യാത്ത ജനങ്ങളാവട്ടെ. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സാധിക്കുള്ളൂ. കാര്യം ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സുപ്രീം കോടതി അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ വിധി നിർണയ സമയത്ത് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഇപ്പോൾ തന്നെ ഇത് ഡിമോളിഷ് ചെയ്യണ കാര്യം പറയുന്നു. ഇത് ഡിമോളിഷ് ചെയ്താൽ ഉണ്ടായിരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്കറിയാം 2016 വന്നതാണ് ഡിമോളിഷിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട്. കേരളത്തിൽ 2016 വന്നതാണ്. പക്ഷെ അതിനെല്ലാം കുറെ നയങ്ങളും കുറെ കാര്യങ്ങളുണ്ട്. ഈ നയപരമായ കാര്യങ്ങളൊന്നും ഇപ്പോഴും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തീർപ്പാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കെട്ടിടം പൊളിക്കുകയാണെങ്കിൽ 12 മാസം ആണ് അതിൻ്റെ നയരൂപീകരണം. പിന്നെ 18 മാസം ഓളം എടുത്താണ് അതിൻ്റെ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒത്തിരി പ്രക്രിയകൾ നടന്നു പോകേണ്ടതാണ്. അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഈ ഫ്ലാറ്റ് ഇവിടെ നിന്നതുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ഇതിവിടെ നിൽക്കുന്നു, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ ചുറ്റുപാടുണ്ടാവുന്ന മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഓരോ ഫ്ലാറ്റിൻ്റെയും 1 സ്ക്വയർ മീറ്റർ അളവിൽ തന്നെ എത്രയേറെ ആൾക്കാരാണ് നഗരസഭയിൽ പരാതിയായിട്ട്. കാര്യം ഈ ഫ്ലാറ്റ് പൊളിക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പഴയ കെട്ടിടങ്ങളുണ്ട്, ചെറിയ വീടുകളുണ്ട്, അതെല്ലാം തകർന്നു പോകും. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജനങ്ങൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുവാനോ സർക്കാരിന് തന്നെ കൊടുക്കാൻ സാധിക്കില്ല.
കാര്യം പ്രളയത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് പൈസ കൊടുത്തിട്ടില്ല. ഇത്രയും വലിയ കെട്ടിടം പൊളിക്കുമ്പോൾ ഈ 356 കുടുംബത്തെ മാറ്റി നിർത്താന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇതിന്റെ ചുറ്റും കിടക്കുന്ന ജനങ്ങൾക്ക് ആര് സംരക്ഷണം കൊടുക്കും? ഇതിന്റെ ചുറ്റും കിടക്കുന്ന ജനങ്ങളില്ല, ഞങ്ങൾ ഒരിക്കലും ആ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് നോക്കുന്നില്ല. ചുറ്റുമുള്ള ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. അതിനു വേണ്ടി സർക്കാർ മുൻകൈ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് അറിയാത്തതുകൊണ്ടായിരിക്കും സ്വരാജും സുനിലും ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ ഡെമോളിഷനെ കുറിച്ചുള്ള എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിനെ കുറിച്ചുള്ള യാതൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA സ്വരാജും ബഹുമാനപ്പെട്ട കൗൺസിലർ സുനിലും ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് പൊളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരും. അപ്പോൾ അടുത്ത ആശയക്കുഴപ്പം ഇത് പൊളിക്കുന്നത് ഇത് കൃത്യമായിട്ട് പൊളിക്കാമെന്ന് ബാംഗ്ലൂർ ആസ്ഥാനമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സുപ്രീം കോടതിയിൽ എന്തോ ഒരു ഗൂഢതന്ത്രം പോലെ പൊളിക്കണം. ഞങ്ങൾ ഒരിക്കലും പൊളിക്കണമെന്ന് പറയില്ല, ഞങ്ങളുടെ പാർട്ടിയും പറയുന്നില്ല പൊളിക്കണമെന്ന്. ഞാനൊന്ന് ഇടപെട്ടെ ശ്രീ ജയകുമാർ. ഗൂഢതന്ത്രം സുപ്രീം കോടതിയുടെയാണോ ഗൂഢതന്ത്രം നിങ്ങൾ പറയുന്നത്? സുപ്രീം കോടതി ഗൂഢതന്ത്രം ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാനല്ല പൊളിക്കണം. ഇതിനുള്ള പൈസ ആര് ചെലവാക്കും? പൊളിച്ചു കഴിഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നം ഇല്ലെന്ന് പറയുന്നു. ഈ പൈസ ആര് ചെലവാക്കും? സർക്കാരിന്റെ പൈസ എന്ന് പറയുന്ന ഈ ജനങ്ങൾ നടത്തുന്ന നികുതിയാണ്. അതെടുത്ത് പൊളിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിച്ച് അഴിമതി ചെയ്ത ആൾക്കാരെ അവരെ കണ്ടെത്തി ശിക്ഷിക്കൂ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെയും അതിന്റെ ഒത്താശ കൊടുത്ത ഭരണസമിതിയെ ശിക്ഷിക്കൂ. അല്ലെങ്കിൽ ആരിൽ നിന്നാണ് പിരിച്ചെടുക്കുക? അതാണ് വിഷയം. അത് തന്നെയാണ് ഈ പറഞ്ഞ ഉത്തമ ബോധ്യത്തോടുകൂടി അവിടെ ഫ്ലാറ്റ് വാങ്ങിച്ച ആരെങ്കിലും അവർക്ക് എനിക്ക് ശ്രീ ജയകുമാർ ഈ ഒരു ചർച്ച ഒരു വേറെ രീതിയിലേക്കാണ് പോയത്. ഒരു പക്ഷേ ആ ചോദ്യത്തിലേക്ക് രാഷ്ട്രീയപരമായി പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ, ഒരു പക്ഷേ അത് അന്വേഷിക്കണമല്ലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തണമല്ലോ എന്ന് CPM-ന്റെ MLA വരെ സ്വരാജ് വരെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതൊരു ആരോപണം മാത്രമാണോ? നിബുൻ ചെറിയാൻ പറയുന്നത് ഒരു ആരോപണം മാത്രമാണോ? ശരിക്കും അത് ആജീവനാന്ത സമ്പാദ്യം കൊടുത്തു, അല്ലെങ്കിൽ അതല്ലാതെ അവിടെ വാങ്ങിച്ച ആൾക്കാരിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നുകൊണ്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടോ? അങ്ങനെ ആൾക്കാരുടെ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ മറുപടി എങ്ങനെയാണ്? ഈ ചോദ്യത്തിന് മുമ്പായിട്ട് എനിക്ക് വേറെ രണ്ട് ചോദ്യങ്ങൾക്ക്, എനിക്ക് മുന്നിൽ സംസാരിച്ച രണ്ടുപേരുടെ ചോദ്യത്തിന് ഒരു മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ചെറിയാനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഇവിടെ 4 or 7 കുടുംബങ്ങളെ താമസിക്കുന്നു. ഈ 90 ആളുകൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെന്റിൽ താങ്കൾ രാവിലെ 7 മണിക്ക് ഈ ഗേറ്റിന്റെ വാതിക്കൽ ഒന്ന് വന്നു നിൽക്കുക. എത്ര കുട്ടികൾ സ്കൂളിൽ പോകുന്നു നോക്കുക, എത്ര പേർ ജോലിക്ക് പോകുന്നു നോക്കുക, എത്രയോ കുടുംബങ്ങൾ ഇവിടെ പ്രായമായ എത്ര കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു നോക്കുക, എത്ര രോഗികൾ താമസിക്കുന്നു നോക്കുക. അങ്ങൊന്ന് വരിക, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിക്കാം. പിന്നെ ഈ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ ഒരു അംഗമെന്ന നിലയിൽ ഞങ്ങളുടെ കയ്യിലുള്ള അറിയാനാണ് ജയകുമാർ, എത്ര കുടുംബങ്ങളാണ് യഥാർത്ഥത്തിൽ എത്ര കുടുംബങ്ങളാണ് ആ ഫ്ലാറ്റ് സമുച്ചയങ്ങളുള്ളത്? ഈ ഫ്ലാറ്റിലെ 47 കുടുംബങ്ങൾ ഇപ്പോൾ സ്ഥിര താമസമുണ്ട്. അതിൽ പലരും പ്രവാസികളായിട്ടുള്ള പലരുണ്ട്. അവരുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു. ഞാനൊരു പ്രവാസിയാണ്, എൻ്റെ പെൺകുട്ടികൾ 2 പേർ ഇവിടെ പഠിക്കുകയാണ്. ഞാൻ 8 വർഷം കൊണ്ട് ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്ന, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ടെന്ന്. ഞങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, താങ്കൾ വരാമോ? ഞാൻ ലിസ്റ്റ് കാണിച്ചു തരാം, ഈ അസോസിയേഷൻ ലിസ്റ്റ് കാണിക്കാം. എത്ര രാഷ്ട്രീയക്കാരുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരാം. എനിക്ക് മുമ്പുള്ള ചരിത്രം അറിയില്ല, ഇപ്പോഴത്തെ ലിസ്റ്റും പ്രകാരം ഇതിനകത്ത് ഒരു രാഷ്ട്രീയക്കാരുമില്ല. പക്ഷേ ചില സെലിബ്രിറ്റികൾ താമസിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ജയകുമാർ, 300 കാരണം ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ജനങ്ങൾ. അല്ല, ഞാൻ 90 പേര് താമസിക്കുന്ന 360 എത്ര കുടുംബങ്ങളാണ്? എനിക്ക് മറ്റു അപ്പാർട്ട്മെന്റിലെ കാര്യം എനിക്കറിയില്ല. ഹോളി ഫെയ്ത്ത് എന്നുള്ളത് 90 അപ്പാർട്ട്മെന്റ്സ് ആണ്. ഈ ഹോളി ഫെയ്ത്ത് അപ്പാർട്ട്മെന്റ്സിൽ 90 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇതിനകത്ത് പ്രവാസികളുണ്ട്. അവരുടെയും സമ്പത്തല്ലേ, അവരുടെ ഡോക്യുമെന്റ്സ്, ആധാരങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, അവരുടെ ഫുൾ ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ്, ഇതെല്ലാം ഇതൊരു അസറ്റ് അല്ലേ, സമ്പത്തല്ലേ, അവരുടെ ജീവിതകാലം മൊത്തം സമ്പത്തല്ലേ ഇവിടെ കരുതിയിരിക്കുന്നത്. അമേരിക്കയിലുള്ളതുണ്ട്, ഇവരെല്ലാം പ്രവാസികളാണ്. അല്ല, നിബുൻ ചെറിയാൻ പറയുന്നത് പോലെ ഇത് ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? കൃത്യമായ രീതിയിൽ അതങ്ങനെ ആൾക്കാരുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അതൊരു വലിയ സ്വകാര്യത ബാധിക്കുന്ന ഇദ്ദേഹം പറഞ്ഞു ശ്രദ്ധിച്ചാൽ 90 ഫ്ലാറ്റുകളിൽ 47 കുടുംബങ്ങളുണ്ടെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്.
സ്ഥിരമായി താമസിക്കുന്നത് 47. അങ്ങേക്ക് എങ്ങനെ ഈ 4 പേരെന്നുള്ള കണക്ക് കിട്ടി? താങ്കൾ വരിക, നാളെ രാവിലെ വന്നുള്ള നിൽക്കുക ഗേറ്റിന്റെ ഭാഗത്തൊക്കെ. എത്ര സ്കൂൾ ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്? എത്ര ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ട്? ഓരോ അപ്പാർട്ട്മെന്റ് എത്ര രോഗികൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ദിവസം വരെ അവിടെ തിരുവനന്തപുരം മുതൽ താങ്കൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. അതെ, ഞാൻ പറയുന്നത് അവിടുത്തെ താമസക്കാരുടെ എണ്ണം അറിയാണ്ട് നമ്മൾ അതിന്റെ ജനപ്രതിനിധികൾ രണ്ടുപേര് പറയുകയാണ് അത് വോട്ട് ചെയ്യാത്തവരാകാമല്ലോ. അറിയാതെ സംസാരിക്കുകയും വേണ്ടേ? നിപുൻ ചെറിയാൻ വോട്ട് ചെയ്യാത്തവരാകാമല്ലോ, വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാത്തവരാകാമല്ലോ. അതിനുള്ള ഈ ഇൻഫർമേഷൻ ഈ 400 കുടുംബങ്ങളുണ്ടെന്ന് ഇന്നേ ദിവസം വരെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇന്നേ വരെ 400 കുടുംബങ്ങളുണ്ടെന്ന്, ഈ 400 പെട്ടതാണല്ലോ ഈ 90 ഫ്ലാറ്റ്. 400 ഫ്ലാറ്റ് ഉണ്ടെന്ന്, ഫ്ലാറ്റിന് വരെ 400 കുടുംബങ്ങളുണ്ടെന്ന് ഈ രാഷ്ട്രീയ നേതാക്കൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. കണക്ക് തെറ്റാന്ന് ഇപ്പൊ തന്നെ ബോധ്യമായല്ലോ. 90 ഫ്ലാറ്റ് ഉള്ള 46 കുടുംബങ്ങളുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അപ്പൊ തന്നെ ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞത് കണക്ക് തെറ്റാണെന്ന് ബോധ്യമായല്ലോ. പിന്നെ ഇപ്പൊ നേരെ പകുതിയായല്ലോ. ബാക്കി നമുക്ക് ലിസ്റ്റ് വരും അറിയാം. അതെ 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 നമുക്കറിയേണ്ടത് ഉത്തമ ബോധ്യത്തോടു കൂടി ഈ ചതിയിൽപ്പെട്ടവരാരാണോ അവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് നഷ്ടങ്ങൾക്ക് നികത്താം. അത് സർക്കാരിന്റെ പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി എം സ്വരാജ് കുറച്ചുകൂടെ ഇതിനകത്തൊരു വ്യക്തത വരുത്താൻ, അതൊരു പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഒരു പുനരധിവാസം ഉണ്ടാകുകയാണെങ്കിൽ പൊളിക്കാതിരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നു. കോടതിയിൽ നിലപാടും മറ്റൊന്നുമാണ്. ഇതിലൊരു പബ്ലിക് ഡൊമൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും വിവരങ്ങൾ അന്വേഷിക്കുകയും, താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, അവർ മാറ്റി നിർത്തണമെന്ന്. അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ട് സർക്കാരിന്, അങ്ങനെ തോന്നുന്നു? അതോ ആരോപണങ്ങൾ മാത്രമായി തള്ളിക്കളയും? ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ നിന്ന് വിരമിക്കാം. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇതിലേതെങ്കിലും മുൻവിധിയോ പിടിവാശിയോ ഞങ്ങൾക്കില്ല. നമ്മുടെ മുൻപിൽ ഒരു വിഷയം വരുന്ന സമയത്ത് അതിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് പലപ്പോഴും മാധ്യമങ്ങളായിരിക്കും വാർത്തകളായിട്ട് പുറത്തു കൊണ്ടുവരിക, നമ്മൾ ഏറ്റവും ശരിയായി എന്ന് ബോധ്യമുള്ളൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം നിങ്ങൾ പറയുന്നതിൽ ക്ഷമിക്കണം. ചർച്ചയിൽ പങ്കെടുത്ത ഒരാള് വളരെ എന്താ പറയാ, നമ്മളെ ആക്ഷേപിക്കുന്ന പോലെ ഈ എഞ്ചിനീയറിംഗ് കാര്യങ്ങളെ കുറിച്ചൊന്നും വിവരമില്ലാത്തതുകൊണ്ടാണ് MLA പറഞ്ഞതൊക്കെ. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയല്ല, എനിക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു വിദഗ്ധനും അല്ല. ഞാൻ ഊഹിക്കുന്നത്, നിങ്ങൾ ചാനൽ എന്നോട് അഭിപ്രായം ചോദിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിദഗ്ധന്റെ അഭിപ്രായം ആയിരിക്കില്ലല്ലോ. ഞാനൊരു സാധാരണ പൊതുപ്രവർത്തകൻ മാത്രമാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ പരാമർശം നടത്തിയ ആൾ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളാണെങ്കിൽ നല്ലത്, അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും നമുക്ക് മുതൽക്കൂട്ടായിരിക്കട്ടെ. ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്, ചെന്നൈ IIT എന്തായിരുന്നാലും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉള്ളവരാണ്. അവരുടെ റിപ്പോർട്ടിൽ ഡിമോളിഷ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചും അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വായിച്ചിട്ടുണ്ട്. എനിക്ക് ബന്ധമുള്ളതും എനിക്ക് വിശ്വാസമുള്ളതുമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ളവരും പാരിസ്ഥിതിക പ്രശ്നത്തിൽ അവഗാഹമുള്ളവരും പറഞ്ഞ അഭിപ്രായം കൂടി വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഒരു ചർച്ചയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായില്ല എന്ന് മാത്രം ഞാൻ മിതമായി സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ മൊത്തം ഫ്ളാറ്റുകൾ, ഈ ഇപ്പോ തർക്കത്തിൽ വന്ന ഫ്ളാറ്റുകൾ മാത്രമല്ല, എറണാകുളത്തെ മൊത്തം ഫ്ളാറ്റുകൾ പരിശോധിച്ചാൽ വോട്ടർ പട്ടിക പേരുള്ളവർ വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലർക്കും എനിക്ക് തോന്നുന്നു, ഈ എറണാകുളം നഗരത്തിലേക്ക് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യുന്നവർ പലർക്കും നാട്ടിലാണ് വോട്ടുള്ളത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ H2O ഫ്ളാറ്റിൽ 47 കുടുംബങ്ങളേ ഉള്ളൂ എന്നത് സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ അവിടെ പറയുന്നതാണ് കേട്ടോ. അതൊരു പക്ഷേ മാധ്യമങ്ങളിലൂടെയോ മറ്റോ അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. 356 എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 356 അപ്പാർട്ട്മെന്റുകൾ ആളുകൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ്. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ഇതിനകത്ത് ഒരു പരിശോധന വേണമോ, ഇനി ഒരു പരിശോധന വേണമോ എന്നുള്ള വിഷയമായിരുന്നു. ഏതായാലും വിഷയം അല്ല, അനിശ്ചിതത്വം തീരുന്നില്ല, അതുപോലെ തന്നെ ആശങ്കയും തീരുന്നില്ല. അത് താമസക്കാരെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതും നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചത്. മരടിൽ സർക്കാർ കോടതിയെ പറ്റിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് അതേ എന്ന് 58%, അല്ല എന്ന് 42% പ്രേക്ഷകരും പറഞ്ഞിരിക്കുന്നു. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ശ്രീമതി സുനീല, ശ്രീ ജയകുമാർ, അതോടൊപ്പം തന്നെ നിപുൻ ചെറിയാൻ, എം സ്വരാജ്, ശ്രീ PP ചിത്തരഞ്ജൻ, ഒപ്പം CPI നേതാവ് ശ്രീ സുഗതൻ. പൂർണ്ണമാകുകയാണ് പ്രൈം ഡിബേറ്റ്.